LDF സ്ഥാനാർത്ഥി മുൻ മന്ത്രിയുമായ KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം അംഗീകരിക്കാനാകാത്ത തെറ്റാണെന്ന് KK രമ MLA. സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചാരണം തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. പരാതി നൽകി 20 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടി ഉണ്ടായില്ല. താനടക്കമുള്ള വനിതാ പൊതുപ്രവർത്തകർ സൈബർ ആക്രമണത്തിന്റെ ഇരയാണെന്നും KK രമ കൂട്ടിച്ചേർത്തു. സൈബർ ആക്രമണത്തെക്കുറിച്ചും സൈബറിടത്തിലെ വ്യാജ പ്രചരണത്തെക്കുറിച്ചും സംസാരിക്കവേ വാർത്താ സമ്മേളനത്തിൽ ശൈലജ വിതുമ്പിയിരുന്നു. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ വിഷയമേറ്റെടുത്തു. ഈ സാഹചര്യത്തിലാണ് UDF വനിതാ MLA-മാരുടെ പ്രതികരണം. ശൈലജയുടെ പേരിൽ പ്രചരിക്കുന്ന വീഡിയോ താൻ കണ്ടിട്ടില്ലെന്നും ശൈലജ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനെ മുഖവിലക്കെടുത്താണ് പ്രതികരിക്കുന്നതെന്നും KK രമ വിശദീകരിച്ചു. കേരളത്തിൽ പൊതുരംഗത്തുള്ള സ്ത്രീകൾ നേരിടുന്ന വലിയ വെല്ലുവിളികളിലൊന്ന് സൈബർ ആക്രമണമാണ്. സൈബർ ആക്രമണത്തിനെതിരെ ശൈലജയുടെ പരാതി കിട്ടി 20 ദിവസമായിട്ടും പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന് വ്യക്തമാക്കണം. ശൈലജയ്ക്കെതിരായ കോവിഡ് കാല അഴിമതി ആരോപണം വ്യക്തി അധിക്ഷേപമല്ല, അത് രാഷ്ട്രീയമാണ്. ഇടതുമുന്നണി പരാതി നൽകി 20 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടി എടുക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. ആ അർത്ഥത്തിൽ പിണറായിക്കെതിരെ കൂടിയാണ് KK ശൈലജയുടെ വാക്കുകളെന്നും രമ കുറ്റപ്പെടുത്തി. പങ്കുണ്ടെന്ന UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരായ ശൈലജയുടെ ആരോപണം തെറ്റാണ്. യഥാർത്ഥ പ്രശ്നം വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലുള്ളത്. സൈബർ ആക്രമണം നടത്തുന്നത് ആരെന്ന് കണ്ടെത്തണം. ഇക്കാര്യത്തിൽ ടീച്ചർക്കൊപ്പം നിൽക്കുമെന്നും UDF വനിതാ MLA-മാരായ KK രമയും ഉമാ തോമസും വ്യക്തമാക്കി. ഇതേസമയം KK ശൈലജയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന പരാതിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂമാഹി പഞ്ചായത്തിലെ ഭാരവാഹി അസ്ലമിനെതിരെയാണ് കേസെടുത്തത്. മങ്ങാട് സ്നേഹതീരം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അസ്ലം വ്യാജ പ്രചരണം നടത്തിയെന്നാണ് പരാതി. ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം അസ്ലമിൻ്റെതാണെന്നാണ് കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ KK ശൈലജ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രി, DGP, ജില്ലാ കളക്ടർ എന്നിവർക്കാണ് ശൈലജ ഇന്നലെ പരാതി നൽകിയത്. ഷാഫിയുടെ അറിവോടെയാണ് സൈബർ ആക്രമണം എന്നാണ് പരാതിയിൽ പറയുന്നത്. ഫോട്ടോ മോർഫ് ചെയ്തും സംഭാഷണം എഡിറ്റ് ചെയ്തും വ്യാജ പ്രചാരണം നടത്തുന്നു. തേജോവധം നടത്താനുള്ള പ്രചാരണമാണ് UDF-ൻ്റേത്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ അംഗീകാരത്തിൽ വിരളി പൂണ്ട UDF സ്ഥാനാർത്ഥി വളഞ്ഞ വഴിയിൽ ആക്രമിക്കുന്നു. സമൂഹ മാധ്യമ പേജിലൂടെ മോശം ചിത്രങ്ങളും വീഡിയോയും പ്രചരിപ്പിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത്തരം ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ലെറ്റർ പാഡ് കൃത്രിമമായി ഉണ്ടാക്കി ടീച്ചറമ്മയല്ല, ബോംബമ്മ എന്ന് വിളിക്കണമെന്ന് എഴുതി പ്രചരിപ്പിച്ചു. ഓൺലൈൻ മാധ്യമങ്ങളുടെ പേരിലും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു പ്രചാരണം നടത്തുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടുള്ള പ്രചാരണത്തിനെതിരെ നടപടി ഉണ്ടാകണം എന്നായിരുന്നു ശൈലജ പരാതിയിൽ ആവശ്യപ്പെട്ടത്.